ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ്. മുഖ്യമന്ത്രി മൗനം ദീക്ഷിക്കുന്നു. അതേ അവസരത്തിൽ നിയമമന്ത്രി കൃത്യമായ ഉത്തരം പറയുന്നില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞ ആളുകളാണ്. അപ്പോൾ ആ അഫിഡവിറ്റ്, ആ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ അഫിഡവിറ്റാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ആ അഫിഡവിറ്റ് ഭേദഗതി വരുത്തി മാറിയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ അതിനോട് യോജിപ്പില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുമോ? അതാണ് ചോദ്യം. അതിന് ഉത്തരം പറയുന്നില്ല. എസ് ഓർ നോ എന്ന് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. നിയമമന്ത്രി പറഞ്ഞ എസ് ഓർ നോ എന്ന് ഉത്തരം പറയേണ്ട കേസ് അല്ല എന്നാണ്. എസ് ഓർ നോ എന്ന് പറയണം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെ നിങ്ങളിപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടോ? എസ് പറഞ്ഞാൽ മതി, ഞങ്ങളിപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഒരു നിലപാടായല്ലോ. ഇല്ലെങ്കിൽ നോ, മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ അത് മാറി, ഞങ്ങൾ അതിലേക്ക് പോകുന്നില്ല എന്ന് പറയണ്ടേ? അത് പറയാതെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം. ഇനി എപ്പോഴാണ് തീരുമാനം എടുക്കുന്നത്? കോടതി ആ കേസ് എടുക്കുന്നതിന് മുമ്പ് അഫിഡവിറ്റ് കൊടുക്കണ്ടേ? ഇന്നലെ കേസ് വരുമെന്ന് ഗവൺമെൻറ്റിന് അറിയാമല്ലോ. ഗവൺമെൻറ് എന്തുകൊണ്ട് സത്യവാങ്മൂലം കൊടുത്തില്ല? എന്താണ് സർക്കാരിൻ്റെ നിലപാട്? സി പി എമ്മിൻ്റെ നിലപാട് സെക്രട്ടറി എം വി ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ മാറ്റം ഏത് കാര്യത്തിലുണ്ടാകും, മാറ്റം അനിവാര്യമാണ്, മാറ്റത്തിൻ്റെ ലോകത്തുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു മാർസിയൻ പശ്ചാത്തലത്തിൽ അതിനെ മാറ്റം വേണമോ ഇല്ലയോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്താണ് സി പി എമ്മിൻ്റെ സ്റ്റാൻഡ് എന്ന് ചോദിച്ചപ്പോൾ അവ്യക്തത കൊണ്ട് നിറഞ്ഞ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. നിയമമന്ത്രി പറയുന്നത് അതാണ്. യെസ് ഓർ നോ പറയേണ്ട വിഷയമല്ല എന്ന് നിയമമന്ത്രി എന്തടിസ്ഥാനത്തിലാണ് പറയണത്? നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. ഇത് പറയണ്ടേ? ഗവൺമെൻറ് നിലപാട് പറയണ്ടേ? നിങ്ങൾ പറഞ്ഞത് അത് അങ്ങനെ സ്ത്രീകളെ കൊണ്ടുവരുന്നത് നവോത്ഥാനമാണ് ആയിരിക്കുമെന്നാണ് നിങ്ങളുടെ ആദ്യത്തെ നിലപാട്. അതിന് പിന്നീട് മാപ്പ് പറഞ്ഞു. 2 സ്ത്രീകളെ കയറ്റിയതിനും മാപ്പ് പറഞ്ഞു, പോലീസിനെ കൊണ്ട് കയറ്റിയതിനും മാപ്പ് പറഞ്ഞു. മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ നിങ്ങൾ ആ നിലപാടിൽ നിങ്ങൾക്ക് മാറ്റമുണ്ടോ? പറയണം, വ്യക്തമായി പറയണം. അതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തിലെ ഈ തട്ടിപ്പ് മുഴുവൻ പുറത്തു കൊണ്ടുവരണം. ഭയങ്കര തട്ടിപ്പാണ് അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടത്തിയത്. 600 പേര് മാത്രം പങ്കെടുത്ത പരിപാടിയിൽ 3000 പേർക്ക് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, 4000 പേർക്ക് എങ്ങനെ ലഞ്ച് കൊടുക്കണം, 5000 പേർക്ക് എങ്ങനെ ഡിന്നർ കൊടുക്കണം? അതൊക്കെ കണക്ക് എഴുതിയെടുത്തിരിക്കുകയാണ്. കള്ളക്കണക്ക് എഴുതിയെടുത്തിരിക്കുകയാണ്. എല്ലാം കിടക്ക പോലും കാണാനില്ല. അവിടെ പന്തൽ കൊടുത്തതിൽ നടപടി, സർക്കാരിൻ്റെ പണവും ദേവസ്വം ബോർഡിൻ്റെ പണവും കൊടുക്കുമ്പോൾ നടപടിക്രമങ്ങൾ പാലിച്ച് വേണം കൊടുക്കാൻ. ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പന്തൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു തുക അങ്ങ് കൊടുക്കാൻ പറ്റില്ല, ടെൻഡർ പ്രൊസീജിയർ നടത്തിയിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ കോടതി ഇതെല്ലാം ചോദ്യം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതും ദ്വാരപാലക ശില്പം കവർന്നതും അല്ല, കിട്ടിയ ചാൻസ് എല്ലാം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ അല്ലേ? ഇപ്പോൾ ഇവർ കൈവഴിയാണ് എന്താ? അയ്യപ്പനേക്കാളും വലിയ പടമുള്ള ഫ്ലെക്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വെച്ചിരുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന്. ഇപ്പോൾ സർക്കാർ എങ്ങനെ കൈ കഴുകണത്? സർക്കാർ കോടതി പറഞ്ഞത് സർക്കാർ ദേവസ്വം ബോർഡിനെ വെച്ചുകൊണ്ട് സർക്കാർ ചെയ്യുന്ന പരിപാടിയാണെന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ സർക്കാർ കൈ കഴുകുന്നത് ഞങ്ങൾക്കൊന്നുമില്ല എന്നാണ് ദേവസ്വം മന്ത്രി പറയുന്നത്. ദേവസ്വം മന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ആരുടെയൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടി, ആരൊക്കെ പണം തന്നു, ഒരു കണക്കുമില്ല. കിട്ടിയ പണം തന്നെ ചെലവഴിച്ചിരിക്കുന്നത് മുഴുവൻ തട്ടിപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കൊല്ലത്ത് ഒരു CPM ഒരു ഫെസ്റ്റിവൽ നടത്തി, കോർപ്പറേഷൻ്റെ. ഒരു കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന് വൗച്ചർ എഴുതിയെടുത്തു. അപ്പോൾ ഓഡിറ്റ് വിഭാഗം പരിശോധിച്ചപ്പോൾ ഈ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന് വൗച്ചർ എഴുതിയെടുത്തത് മാരുതി കാറായിരുന്നു. മാരുതി കാറിൽ എങ്ങനെയാണ് കുതിരയെ കൊണ്ടുവന്ന്? മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന ആളുകളാണ് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ തട്ടിപ്പ് കണക്ക് എഴുതി കൊടുത്തിരിക്കുന്നത്. അത് ഓഡിറ്റ് വിഭാഗത്തിൻ്റെ പരിഗണനയിലുള്ള വിഷയമാണ്. മാരുതി ആരാണെന്ന് പറയണില്ല, പേരൊന്നും പറയണില്ല. മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന ആളുകളാണ്. അതിനെ വെല്ലുന്ന തട്ടിപ്പാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ഇവിടെ നടന്നിരിക്കുന്നത്. അയ്യപ്പൻ്റെ പേരിൽ ഇത്രയും കൊള്ള ചെയ്യാമെങ്കിൽ വേറെ എവിടെ നിന്നാണ് ഇവർ കക്കാത്തത്? അതാണ്, കളവാണ്. എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്, ഒരു പങ്കുമില്ലെന്ന് പറയുകയാണ്. പങ്കുണ്ട്. സർക്കാർ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എടുക്കാൻ നോക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രിയൊക്കെ അല്ലേ. അപ്പോൾ ഈ തട്ടിപ്പിൽ അവർക്ക് യാതൊരു പങ്കുമില്ലേ? അന്നത്തെ ദേവസ്വം ബോർഡിന് പങ്കില്ലേ? എല്ലാവർക്കും പങ്കുണ്ട്. കോടികളാണ് തട്ടിച്ചെടുത്തിരിക്കുന്നത്. സ്പോൺസർ കിട്ടിയതിനെ പറ്റി പോലും കണക്കില്ല. ഇത് പറയണം, ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും, ഉറപ്പായിട്ട് പറയിപ്പിക്കും.